കൊല്ലം മേവറം പാലത്തറയ്ക്ക് സമീപം വെള്ളക്കെട്ടിൽ മൃതശരീരം കണ്ടെത്തി. വള്ളുവൻതറയ്ക്ക് സമീപം താമസിക്കുന്ന 84 വയസ്സുള്ള ആനന്ദൻ എന്ന മധ്യവയസ്കനാണെന്നാണ് സ്ഥിരീകരണം. ആനന്ദനെ കുറിച്ച് ദിവസങ്ങളായി കാണാനില്ലെന്ന് കാണിച്ച് ഇരവിപുരം പോലീസിൽ പരാതി നിലനിൽക്കെയാണ് മൃതശരീരം ഇന്ന് 4 മണിയോടെ തൊട്ടടുത്തുള്ള ആരാധനാലയത്തിലുള്ളവർ കണ്ടെത്തിയത്. എപ്പോഴായിരുന്നു സംഭവം? അതെങ്ങനെ കാണാനിടയ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? 6 ദിവസം ഒരു കെട്ടിടക്കെന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക്കിന്റെ കെട്ട വേസ്റ്റാന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു. ഞാൻ നോക്കാനൊക്കെ പോയി ചെന്നപ്പോഴത്തേക്ക് കാലിങ്ങനെ കണ്ടു. അങ്ങനെ കടക്കാരൊക്കെ വിളിച്ച് കണ്ടുവരാൻ കൊണ്ട് പോയിയാണ്. അങ്ങനെയാണ് പോയി അപ്പോഴായിരുന്നു നമുക്കറിയാം. എവിടെയുള്ള ആളാണെന്നല്ലോ സ്ഥിരീകരണം. അപ്പുറത്തുള്ള ആളെ മിസ്സായെന്ന് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഭയങ്കര ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളായി, 17 വയസ്സുള്ള ആളാണ്. ആ ബോഡിയാണ് പറയുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ എപ്പോഴും കാണാനുള്ള ഒരാളാണ്. കാണുന്ന ആളാണ്. മാനസിക പ്രായത്തിൻ്റെ കൊണ്ട് ഇവിടെ കാണുന്ന ആൾക്കാരാണ്. മാനസിക പ്രശ്നമുള്ള ആളായിട്ടാണല്ലേ കരുതേണ്ടത് അല്ലേ? തലയ്ക്ക് നല്ല ബുദ്ധിക്കുറവായി പ്രായമായി വരുമ്പോൾ എങ്ങനെ വരുമല്ലോ, അതിൻ്റെ പ്രായാധിക്യം കൊണ്ടുള്ള രോഗം കൊണ്ടുണ്ടാകുന്ന അല്ലേ? അവർ പറയുന്ന അവരെ ബോഡി അവിടെ തന്നെയാണെന്ന് പറയുന്നത്. മക്കളൊക്കെ വന്നായിരുന്നു. പ്ലാസ്റ്റിക് കവർ പൊങ്ങിക്കിടക്കുന്നതായി തോന്നിയ ഇവർക്ക് അസ്വാഭാവികത തോന്നുകയും ഇരവിപുരം പോലീസിൽ വിവരവും അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും ഇരവിപുരം പോലീസ് അറിയിച്ചു. ഉദ്യോഗസ്ഥരായ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാജീവ്, SI-മാരായ രാജ്മോഹൻ, ശ്യാംകുമാർ, CPO അനീഷ്, വൈശാഖ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ റോജിയും സംഭവ സ്ഥലത്തെത്തി. വാർഡംഗം അനീഷ് ആനന്ദന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ന്യൂസ് കേരളം 24.